ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. 5 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം തിങ്കളാഴ്ച ചേർന്നപ്പോൾ ആവനാഴിയിലെ പുതിയ അസ്ത്രങ്ങളുമായാണ് പ്രതിപക്ഷം എത്തിയത്. സംസ്ഥാനത്തെ 31 ക്ഷേമനിധി ബോർഡുകളിൽ 15ഓളം ബോർഡുകളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഈ ആഴ്ചയിലെ ആദ്യ ദിനം പ്രതിപക്ഷം സഭ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത്. ചർച്ചയ്ക്ക് പതിവ് പോലെ സ്പീക്കറുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കുമുണ്ടായി. പ്രതിപക്ഷത്ത് നിന്ന് വിൻസെന്റാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതമാർഗമായ ക്ഷേമ പെൻഷൻ അനുവദിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് വിൻസെന്റ് ആവശ്യപ്പെട്ടു. വിവാഹ ധനസഹായത്തിന് അപേക്ഷ കൊടുക്കുന്ന തൊഴിലാളിക്ക് കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയമാകുമ്പോൾ പോലും ആ തുക നൽകാത്ത സർക്കാരാണ് ഇതെന്നും വിൻസെന്റ് പരിഹസിച്ചു. UDF, LDF സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ നിരത്തിയാണ് മന്ത്രി KN ബാലഗോപാൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത്. UDF സർക്കാർ 5 വർഷം കൊണ്ട് 9,011 കോടി പെൻഷൻ വിതരണം ചെയ്തെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ 35,000 കോടിയും ഈ സർക്കാർ 36,212 കോടിയും നൽകിയെന്ന് മന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. ക്ഷേമനിധി ബോർഡുകളെ ഏകീകരിക്കാനും പ്രവർത്തനം മെച്ചപ്പെടുത്താനും പദ്ധതിയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 1 കോടിയിലേറെ തൊഴിലാളികളാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ ഉള്ളതെന്നും 15ഓളം ബോർഡുകൾ ഗുരുതര പ്രതിസന്ധിയിലും 7ഓളം ബോർഡുകൾ പൂട്ടലിന്റെ വക്കിലുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ടും പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ബോർഡുകളുടെ ചെലവ് കൂട്ടുകയാണെന്നും സതീശൻ ആരോപിച്ചു. തുടർന്ന് അംഗങ്ങൾ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിലും സബ്മിഷനുകൾക്കും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്ത് മലയോര പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിലുള്ള മരങ്ങൾ ദൈനംദിന ജീവിതങ്ങൾക്കായി പോലും മുറിക്കാൻ കഴിയാത്തതുമൂലമുണ്ടായ ബുദ്ധിമുട്ടിലേക്ക് പ്രമോദ് നാരായണൻ വനം മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചു. വിഷയത്തിൽ ആലോചിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് വനം മന്ത്രി ഉറപ്പു നൽകി. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി കണക്കിലെടുത്ത് 2022 വരെ കർഷകരുടെ കുടിശ്ശികയായ വായ്പകൾക്ക് കടാശ്വാസം അനുവദിക്കുന്നതിനായി കർഷക കടാശ്വാസ കമ്മീഷൻ അപേക്ഷ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ആയിരുന്നു ശ്രീ സജീവ് ജോസഫ് കൃഷിമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. തുടർന്ന് ചരക്ക് സേവനം, കാർഷിക ആദായം, വിൽപ്പന എന്നീ നികുതികളിലും ജില്ലാ ഭരണവും പല വകയും, പൊതുമരാമത്ത്, ഭവന നിർമ്മാണം, വിനോദസഞ്ചാരം തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയായിരുന്നു നടന്നത്. ചർച്ചയിലും ഭരണ പ്രതിപക്ഷങ്ങൾ വിവിധ വിഷയങ്ങളെ ചൊല്ലി ഏറ്റുമുട്ടി. ചർച്ചയിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസിനെയും K രാജനെയും KN ബാലഗോപാലിനെയും അഭിനന്ദിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു ഭരണപക്ഷ MLA മാർ. അതേസമയം പ്രതിപക്ഷം മന്ത്രിമാരുടെ പ്രവർത്തന ശൈലിയെ രൂക്ഷമായി വിമർശിച്ചു. ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ച് അവസാനിപ്പിക്കും മുൻപ് മൈക്ക് ഓഫ് ചെയ്തതോടെ ആരംഭിച്ച പ്രതിപക്ഷ പ്രതിഷേധം മന്ത്രിമാരുടെ മറുപടി വേളയിൽ ബഹിഷ്കരണത്തിൽ കലാശിക്കുകയായിരുന്നു. 4 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ 4 മന്ത്രിമാർക്ക് പുറമെ 23 പേരാണ് സംസാരിക്കുവാൻ ഉണ്ടായിരുന്നത്. സകലതിനും ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ ഡിജിറ്റൽ നോക്കുകൂലിയാണ് വാങ്ങുന്നതെന്ന വിമർശനവുമായി തുടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭരണപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ വിഷയം ഉന്നയിക്കുന്നതിനിടെ സമയം കഴിഞ്ഞുവെന്നാരോപിച്ച് സഭ നിയന്ത്രിച്ചിരുന്ന CK ഹരീന്ദ്രൻ രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്തു. ഇതോടെ സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്പോരായി. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിലേക്കിറങ്ങി. അതിനിടെ പ്രതിപക്ഷത്തിന് എതിരായി മന്ത്രി MB രാജേഷ് നടത്തിയ പരാമർശവും വിവാദമായി. പ്രതിപക്ഷത്തെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ VD സതീശൻ മന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് സഭാരേഖകളിൽ നിന്ന് മന്ത്രിയുടെ പരാമർശം നീക്കം ചെയ്തു. ചർച്ചകൾക്കൊടുവിൽ മന്ത്രിമാരുടെ മറുപടിയെ തുടർന്ന് ധനാഭ്യർത്ഥനകൾ നിയമസഭ പാസാക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയിലെ പുനരധിവാസം ചൂണ്ടിക്കാട്ടിയായിരുന്നു ചൊവ്വാഴ്ചത്തെ പ്രതിപക്ഷത്തിന്റെ സഭ നിർത്തിവെക്കൽ ചർച്ചാ നോട്ടീസും ഇറങ്ങിപ്പോക്കും. വയനാട്ടിൽ നിന്നുള്ള അംഗം T സിദ്ദിഖ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ദുരന്തം നടന്ന് 8 മാസം കഴിഞ്ഞിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാരെന്ന് T സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി. നോട്ടീസ് റവന്യൂ മന്ത്രി K രാജനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കത്തിനും വഴിതെളിച്ചു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പറയുമ്പോൾ എന്തിനാണ് പ്രതിപക്ഷം പ്രകോപിതരാകുന്നതെന്ന് രാജൻ ചോദിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനത്തിനിടെ ചില പ്രചാരണങ്ങൾ ഉണ്ടായി. കൊടുക്കാത്ത ബ്രെഡ് പൂത്തതായി വരെ പ്രചരിപ്പിച്ചുവെന്നും മന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ ക്രൂരമായ അവഗണനയാണ് കേരളത്തോട് കാട്ടിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നും ഇതിനെതിരെ ഏതറ്റം വരെ പോരാടാനും പ്രതിപക്ഷം തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ദുരന്തമുണ്ടായി 8 മാസമായിട്ടും വയനാട്ടിലെ ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഒരു സർക്കാരിന് കഴിയുന്നതിന്റെ ഏറ്റവും പരമാവധി വേഗത്തിലാണ് ഓരോ കാര്യങ്ങളിലും തീരുമാനം എടുത്തതെന്നും
കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണവും കോടതിയുടെ ഇടപെടലുമാണ് പദ്ധതി വൈകിപ്പിച്ചതെന്നും മന്ത്രി കെ രാജൻ മറുപടി നൽകി. ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് ഈ മാസം 27-ന് തറക്കല്ലിടും. എന്ത് പ്രതിസന്ധിയുണ്ടായാലും നിലവിലുള്ള പരാതികളെല്ലാം തീർക്കും, പുനരധിവാസത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് വിഷയം കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവതരിപ്പിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതിന്റെയും അനുബന്ധ തുറമുഖങ്ങളുടെ വികസനം ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് അഹമ്മദ് ദേവർകോവിൽ തുറമുഖ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിലെ ഏലമലക്കാട്ടിൽ പട്ടയം നൽകുന്നത് ഇടക്കാല ഉത്തരവിലൂടെ വിലക്കിയ സുപ്രീംകോടതി ഉത്തരവിന് എതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PJ ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി മറുപടി പറഞ്ഞു. 2021 കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ചട്ടങ്ങൾക്ക് ജയരാജ് നൽകിയ ഭേദഗതികളും സഭ ചൊവ്വാഴ്ച പരിഗണിച്ചു. തുടർന്ന് വാഹന നികുതികൾ, വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും കുടുംബക്ഷേമം, മത്സ്യബന്ധനം, വൈദ്യുത പദ്ധതികൾ, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയായിരുന്നു നടന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് തള്ളി ധനാഭ്യർത്ഥനകൾ നിയമസഭ പാസാക്കി. നടപ്പ് വാരത്തിലെ അവസാന ദിവസമായ ബുധനാഴ്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചില്ല. വിഷയദാരിദ്ര്യമാണെന്ന് ഭരണപക്ഷം അടക്കം പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവല്ല തങ്ങളെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അടിയന്തര പ്രമേയ നോട്ടീസ് ഇല്ലാത്തതിനാൽ സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ലഹരി കേസുകളിൽ മുസ്ലിം ലീഗിൽ ഉൾപ്പെട്ടവർ പിടിയിലാകുന്നുവെന്ന വിധത്തിലെ കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പരാമർശത്തെ ചൊല്ലി ചോദ്യോത്തര വേളയ്ക്കൊടുവിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. കായിക വകുപ്പ് വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയെന്ന് നജീബ് കാന്തപുരത്തിന്റെ പരാമർശമാണ് മന്ത്രിയെ പ്രകോപിതനാക്കിയത്. മന്ത്രിയുടെ വിവാദ പരാമർശത്തോടെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മന്ത്രി ആക്ഷേപിച്ചുവെന്നും അത് പിൻവലിക്കണമെന്നുമായിരുന്നു VD സതീശന്റെ ആവശ്യം. അല്ലാത്തപക്ഷം രേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. പരിശോധിക്കാമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ശൂന്യവേളയിൽ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനുകളും മാത്രം പരിഗണിച്ച് നേരെ സഭ ധനകാര്യ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളിലേക്കാണ് പ്രതിപക്ഷത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രദ്ധ ക്ഷണിച്ചത്. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ മുൻഗണനാവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഒരു ഫണ്ടും വെട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. കേരള വ്യാവസായിക അടിസ്ഥാന സൌകര്യ വികസന ഭേദഗതി ബിൽ സംബന്ധിച്ച് നിയമമന്ത്രി P രാജീവും 2025 സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി, 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലാ സ്ഥാപനവും നിയന്ത്രണവും ബിൽ എന്നിവ സംബന്ധിച്ച് മന്ത്രി ശിവൻകുട്ടിയും സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. സ്വകാര്യ സർവകലാശാലകളിലെ ഫീസളവിന്റെ പരിധിയിൽ പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും ഉൾപ്പെടുത്താത്തത് പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിനോടുള്ള വിയോജിപ്പിൽ ചൂണ്ടിക്കാട്ടി. വന്യജീവി ശല്യവും വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളും ചർച്ചയായി. ആശമാരുടെ സമരവും കേന്ദ്ര നിലപാടും സഭയിൽ ഉയർന്നു. ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിനുള്ള മുഴുവൻ തുകയും അനുവദിച്ചെന്ന പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് NHM സ്റ്റേറ്റ് മിഷൻ നൽകിയ രേഖകളും മന്ത്രി സഭയിൽ വെച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് കമ്മിറ്റിയുടെ 72 മുതൽ 80 വരെയുള്ള റിപ്പോർട്ടുകളും സഭയിൽ സമർപ്പിച്ചു. തുടർന്ന് സഹകരണം, കൃഷി, വനം, വ്യവസായങ്ങൾ, തുറമുഖങ്ങൾ എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളാണ് സഭ പരിഗണിച്ചത്. തുറമുഖ വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയായിരുന്നു അവകാശവാദം. വിഴിഞ്ഞം തുറമുഖം തങ്ങളുടെ കുഞ്ഞെന്ന് ഭരണപക്ഷം, വിട്ടുകൊടുക്കാൻ UDF തയ്യാറുമല്ല. ധനാഭ്യർത്ഥന ചർച്ചയിൽ ഇരുപക്ഷവും അവകാശത്തിനായി വീറോടെ വാദിച്ചതും ശ്രദ്ധേയമായി. ധനാഭ്യർത്ഥന ചർച്ച വോട്ടിനിടാൻ സമയമായപ്പോൾ സഭ താൽക്കാലികമായി പിരിയുന്ന ദിവസമായതിനാൽ രണ്ടു പക്ഷത്തും ആളുകുറവായിരുന്നു. വിവിധ കക്ഷികളുടെ പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന അനിഷ്ടം സ്പീക്കർ പ്രകടിപ്പിച്ചു. മന്ത്രിമാരുടെ മറുപടിയെ തുടർന്ന് ധനാഭ്യർത്ഥനകൾ പാസാക്കി ബുധനാഴ്ച പിരിഞ്ഞ സഭ ഇനി തിങ്കളാഴ്ച ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ.